കർത്താവിന് മഹത്വം. നിങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒരിക്കൽ കൂടെ ഈ ഒരു പ്രത്യേക സീസണിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ക്ലാസ്സുകൾ നടത്താൻ പറ്റാത്ത കാലാവസ്ഥ പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ സന്ദേശങ്ങൾ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് നൽകുകയാണ്. ഇനിയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശയകരമായി അത്ഭുതകരമായി നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 32ാമത്തെ സെഷന് ശേഷം ഈ ഒരു അടുത്ത സെഷൻ കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ അതിയായി കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവം എങ്ങനെയാണ് മനുഷ്യനെ ആദമിനെ ഉണ്ടാക്കിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക വെളിപ്പാട് നിങ്ങളോടൊപ്പം കൈമാറി. നിശ്ചയമായും ഇന്നും നാം എങ്ങനെയാണ് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചത്, ഹവ്വായെ ദൈവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഫോം ചെയ്തത് എന്ന് വേദപുസ്തകത്തിന്റെ ആശയത്തിൽ ദൈവവചനത്തിന്റെ സത്യമായി മനസ്സിലാക്കുവാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നിങ്ങളിതിൽ പങ്കാളികളാകുക, ഇത് ശ്രദ്ധിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്താൽ ആത്മാവിനാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ദൈവം തുറക്കട്ടെ. ദൈവത്തോടൊപ്പം അല്പനേരം ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊപ്പമാണ്. കാരണം ദൈവവും അവന്റെ വചനവും ഒന്നാണ്. ദൈവത്തിന്റെ വചനവുമായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്താൽ ദൈവം നിങ്ങളെ അതിയായി ആശീർവദിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എങ്ങനെയാണ് ഹവ്വായെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാൻ പോകുന്നു. ആധാരമായിട്ട് ചില വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവെഴുത്തുകൾ ദൈവ നാമമഹത്വത്തിനായി വായിക്കുകയാണ്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഈ വചനവായന ദൈവത്താൽ ആശീർവദിക്കപ്പെടട്ടെ. 18ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങിയത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത് ആദമിനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്, ആദമിനെ ദൈവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്. അവന്റെ മൂക്കിൽ ദൈവം ജീവന്റെ ശ്വാസമൂതി. അത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കൃത്യമായ ബോധ്യത്തോടെ കണ്ടു. എന്നാൽ ഹവ്വായെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അവളുടെ മൂക്കിൽ ജീവശ്വാസം ഊതുന്നതായിട്ടോ അല്ലെങ്കിൽ അവൾ ജീവനുള്ള ദേഹിയായി തീരുന്നതായിട്ടോ ഒന്നും നമുക്ക് വായിപ്പാൻ കഴിയത്തില്ല. ദൈവം അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിനെ സ്ത്രീയാക്കി മാറ്റി എന്ന് മാത്രമാണ് നമ്മൾ തിരുവെഴുത്തിൽ ദർശിക്കുന്നത്. നമ്മൾ ശാന്തമായിട്ട് ഈ തിരുവെഴുത്തുകളെ പഠിക്കാൻ പോകുകയാണ്. വചനദാഹമുള്ള, വചനത്തെ ഇഷ്ടപ്പെടുന്ന, ദൈവത്തോട് ഇഷ്ടമുള്ള ദൈവിക കൂട്ടം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ദൈവത്തോട് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടും. നിങ്ങൾ വചനത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളെങ്കിൽ യു ഡു നോട്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. കാരണം ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തെ അറിയാൻ, ദൈവവുമായി കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് എപ്പോഴും ദൈവവചനമാണ് അവരുടെ ജീവിതത്തിന്റെ ജീവശ്വാസം. അവർ തിരുവെഴുത്തുകളുടെ മുമ്പിൽ സന്തോഷിക്കുന്നവരാണ്. കാരണം അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായി അവതരിപ്പിക്കുന്നത് വേദപുസ്തകത്തിലെ തിരുവെഴുത്തുകളും അവിടുത്തെ വെളിപ്പാടുകളുമാണ്. സോ അതുകൊണ്ട് തിരുവെഴുത്തുകൾ ആരെങ്കിലും നെഗ്ലക്ട് ചെയ്യുന്നെങ്കിൽ ഓർത്താൽ മതി,
അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല. ദൈവിക കമ്മ്യൂണിയനിൽ നിന്ന് അവർ ഔട്ടായിപ്പോയി എന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവവുമായി നല്ല ബന്ധം തുടരുന്നവരുമാകയാൽ നിശ്ചയമായും നമ്മുടെ ദൈവം, പ്രപഞ്ചം സൃഷ്ടിച്ച അത്യുന്നതനായ നമ്മുടെ പിതാവ്, അവിടുന്ന് ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തുകളെ മനസ്സിലാക്കുമ്പോൾ ഷുഡ് ബി എക്സൈറ്റഡ്. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കുന്നു. ഞാൻ ആ 2 മുതലുള്ള വാക്യങ്ങൾ 2-ാം അധ്യായം ആരംഭം മുതൽ നമുക്കറിയാം. അവനെ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കുന്നു. ആദ്യം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവേ ദൈവം ഭൂമിയെയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നില്ല. ഞാനിതിന് മുൻപ് വിശദീകരണം തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ ജനറേഷൻ ഓഫ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി വിവരം എന്നല്ല എഴുതിയിരിക്കുന്നത്, വംശാവലി, ജനറേഷൻസ്. ടൊലോഡത്ത് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ അർത്ഥം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സംഭവം കഴിഞ്ഞ ശേഷം പുതിയൊരു സംഭവം ആരംഭിക്കുമ്പോൾ, അതായത് നിലവിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് സമാപ്തി വരുത്തിയ ശേഷം അടുത്തൊന്ന് തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് ടൊലോഡത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ദൈവം പുതിയ ഒന്ന് ദാണ്ട് ആരംഭിക്കുകയാണ്. അപ്പൊ 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, വംശത്തെ പെരുകുവാനായിട്ട് ആവശ്യപ്പെട്ടു. അത് ദൈവത്തിന്റെ ആദ്യത്തെ പ്രോഗ്രാമിലായിരുന്നെങ്കിൽ 2-ാമത്തെ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ പുതിയൊരു പദ്ധതി അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി വിവരം അല്ലെങ്കിൽ ജനറേഷൻ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല, നിലത്ത് വേല ചെയ്യാൻ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, ഭൂമിയിൽ മഞ്ഞ് പൊങ്ങി. ഭൂമിയിൽ മഞ്ഞ് പൊങ്ങി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന, സ്ട്രീംസ്, ഉറവകൾ പൊങ്ങി, നിലം ഒക്കെയും നനച്ചു വന്നു. യഹോവേ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവരെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവ കിഴക്കേതിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷവും നന്മതന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം യഹോവയെ നിലത്തുനിന്ന് മുളപ്പിച്ചു. ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഈ സ്കൂൾ ജസ്റ്റ് 33 ക്ലാസ്സായി. മിക്കവാറും ഈ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിച്ച ശേഷം നമ്മൾ അടുത്ത ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നിശ്ചയമായിട്ട് നമ്മൾ വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ പദങ്ങൾ വീണ്ടും വീണ്ടും വിശദീകരിക്കുവാനായിട്ട് വരും. ഏദൻ തോട്ടത്തെ ഗാർഡനെ കുറിച്ച് തന്നെയുള്ള അടുത്ത ഡീപ്പറായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. അപ്പൊ അടുത്തത് തോട്ടം നനപ്പ നദി പുറപ്പെട്ടു, ഏദൻ നദി പുറപ്പെട്ടു. 4 നദികളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മൾ അടുത്ത നാളുകളിൽ വിശദീകരിക്കും. 1-ാം നദി, 2-ാം നദി, 3-ാം നദി ഒക്കെ ഉണ്ട്. അങ്ങനെ 4 നദികളുണ്ട്. അവസാനം യഹോവേ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഗോഡ് ഹാഡ് ചൂസൺ ദീസ് പേഴ്സൺസ് ഫ്രം അനദർ സിവിലൈസേഷൻസ്. സോ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയായിരുന്നു. ഈ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആ സമുദ്രത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തു. അവന്റെ മേൽ ജീവനെ പകർന്നു, അവന്റെ മേൽ ആത്മാവിനെ പകർന്നു, ജീവനുള്ള ദേഹിയായി തീർന്നു എന്നതിന് കൊടുത്തിരിക്കുന്ന യഥാർത്ഥമായി നമ്മൾ കുറേ കൂടെ ആഴമായിട്ട് പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവബോധമുള്ളവനായി, ദൈവത്തെ അന്വേഷിക്കുന്നവനായി, ദൈവത്തെ ഇഷ്ടപ്പെടുന്നവനായി, ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവനായി മനുഷ്യനെ മാറ്റി എന്നതാണ് ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാതെ പുള്ളി ശ്വസിക്കുന്നയാളായി തീർന്നു എന്നല്ല. സോ ദൈവം അവന്റെ മുക്കിൽ ജീവശ്വാസം ഊതുമ്പോൾ, ദൈവം അവന്റെ മുഖത്തൂതുമ്പോൾ അവൻ ആരായി മാറുകയാണ്? നിയോഗമുള്ളവനായി മാറുന്നു. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവൻ കടന്നു വരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവനായി മാറുന്നു. ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള വ്യഗ്രത അവന്റെ ഉള്ളിലുണ്ടാകുന്നു. ഇങ്ങനെ സർവശക്തനാം തമ്പുരാനെ കുറിച്ചുള്ള ആഴമായ കമ്മ്യൂണിയൻ അവന് ലഭ്യമാകുവാൻ ദൈവം അവന്റെ മുഖത്തൂതി അവൻ ജീവനുള്ള ലിവിങ് സോളായി, ലിവിങ് ബീങ് ആയി തീർന്നു നമ്മൾ കണ്ടു. ആ മനുഷ്യനെ ദൈവം ഏദന് കിഴക്ക് ഒരു തോട്ടം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഏദൻ കിഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കനാൻ ദേശമാണ്. ആ കനാൻ ദേശത്തെ ദൈവത്തിന്റെ ഗാർഡൻ, ദൈവത്തിന്റെ വാസസ്ഥലമായ, ദൈവം വസിക്കുന്ന യെരൂശലേം എന്ന ആ സീയോൻ പർവ്വതത്തിന്റെ ആ കിഴക്ക് ഭാഗത്തായിട്ട് ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിൽ, ഏദന് കിഴക്കുണ്ടാക്കിയ തോട്ടത്തിൽ മനുഷ്യനെ കൊണ്ടുവന്നാക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിത്രം ഒരു ദൈവാലയത്തിന്റെ ചിത്രമാണ്. കാരണം ഏദൻ തോട്ടം എന്നത് ദൈവാലയത്തിന് സമമാണ്. 2 ഭാഗമാണ് അതിനുള്ളത്. ഒന്ന് ദൈവം വസിക്കുന്ന ഗാർഡൻ, 2 ദൈവം വസിക്കുന്ന ഏദൻ. ആ ഏദന് കിഴക്ക് ഉണ്ടാക്കിയിരിക്കുന്ന തോട്ടം. സോ ആ തോട്ടം വിശുദ്ധ സ്ഥലവും ദൈവം വസിക്കുന്ന ഏദൻ അതിവിശുദ്ധ സ്ഥലവുമാണ്. അതിന്റെ വെളിയിൽ ജനങ്ങളുണ്ട്. അത് പ്രാകാരമാണ്. ജനങ്ങൾക്ക് ദൈവസന്നിധിയിൽ വരുവാനുള്ള വാതിൽ അവിടെയുണ്ട്. ജീവന്റെ വൃക്ഷഫലം ദൈവം വസിക്കുന്ന ഏദനിലാണ്.
മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. സോ അവിടെ മനുഷ്യർക്ക് വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആ സാമീപ്യം അനുഭവിപ്പാൻ, നിത്യജീവന്റെ ആ ഫലത്തെ ഭക്ഷിപ്പാനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ മനുഷ്യന് വീഴ്ച സംഭവിച്ചതിനാൽ അത് ലഭിക്കാതെ പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഏതെങ്കിലും ദൈവം മനുഷ്യനെ കൊണ്ടാക്കി. ബിക്കോസ് നൗ ആദം വാസ് ദ പ്രീസ്റ്റ് ആൻഡ് ദ കിങ് ആൻഡ് ദ പ്രീസ്റ്റ് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. മഹാദൈവത്തിന്റെ ശുശ്രൂഷകനായി ദൈവം അവനെ കൊണ്ടുവരികയാണ്. സോ അവിടുത്തെ പശ്ചാത്തലം ദൈവാലയവുമാണ്. ദൈവം വസിക്കുന്നത് മോസ്റ്റ് ഹോളി പ്ലേസിൽ. അവന്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതനായ ആദമും അവന്റെ തലമുറകളും ഏദൻ തോട്ടത്തിൽ പാർക്കുന്നു. മറ്റു ജനങ്ങൾക്ക് പ്രകാശം കൊടുക്കുവാൻ, പുറത്തുള്ള സിവിലൈസേഷനിൽ സത്യദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നിയോഗിച്ചാക്കിയ ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു ആദം എന്നത് നാം മറന്നു പോകരുത്. ഇനി ദൈവം നന്മതിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷം നട്ടു, അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്നും തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നും ദൈവം കൽപ്പിച്ചു. ഇതിനെക്കുറിച്ച് അനാവശ്യമായ വ്യകലമായ ധാരാളം വ്യാഖ്യാനങ്ങൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ടെങ്കിലും അതിനെ അല്പം നമ്മൾ ജാഗ്രതയോടെ കാണണം. എന്താണ് നന്മതിന്മയുടെ വൃക്ഷം, എന്താണ് അവിടുത്തെ പാമ്പ്, എന്താണ് ജീവന്റെ വൃക്ഷം എന്നുള്ള ഇത്യാദി വിഷയങ്ങളെല്ലാം തന്നെ നമ്മുടെ തുടർന്നുള്ള യാത്രയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പങ്കിടും. ഞാൻ തമാശയായിട്ട് പറയുകയല്ല, നിങ്ങൾ മറുവശത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്, ദാഹമുള്ള ഒരു ജനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ ഇത് ഏൽപ്പിക്കുന്നത്. എന്റെ കഴിവും വിശ്വസ്തതയുമോ എന്റെ മിടുക്കൊന്നുമല്ല. വിശപ്പുള്ളൊരു ദൈവം, വിശപ്പുള്ളൊരു ജനം ഫ്രണ്ടിൽ വരുമ്പോൾ പുത്രൻ തമ്പുരാൻ അപ്പമെടുത്ത് വാഴ്ത്തുന്നത് പോലെ അത് വർദ്ധിക്കപ്പെടുകയാണ്. ദൈവം അപ്പത്തെ വാഴ്ത്തുന്നതിന്റെ കാരണം വിശപ്പുള്ളൊരു ജനത ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ഉള്ളത് കൊണ്ടാണ്. ഐ വെരി മച്ച് ഹംബ്ലി സിൻ, ഞാൻ വളരെ താഴ്മയോടെ പറയുകയാണ്. ബിക്കോസ് ഓഫ് യു ഗോഡ് ഈസ് ഗിവിംഗ് ഓൾ ദീസ് തിങ്സ് ടു മീ. എല്ലാ മഹത്വവും ഞാൻ കർത്താവിനെ അർപ്പിക്കുകയാണ്. ഓക്കെ, ഇനി മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഈ ദൈവം സകലതും സൃഷ്ടിക്കുമ്പോൾ ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട്, നന്നായിരിക്കുന്നു, വെരി ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്, നല്ലതെന്ന് ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു. 31 വാക്യം 1 നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു സകലതും നല്ലതെന്ന് ദൈവം കണ്ടു. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട്, ഞാൻ ഈ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നത് എന്താണെന്ന് പുറകെ വിശദീകരിച്ച് തന്നോളാം. നമ്മൾ അല്പം വേഗത്തിൽ ആ ഹവ്വ എന്ന് പറയുന്ന പേഴ്സണിലേക്ക് പോകേണ്ടതുണ്ട്. നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട്, അതിനകത്ത് ഈ നന്നല്ല എന്നതിന് കൊടുത്തിരിക്കുന്ന, നല്ലതെന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് തൗ എന്നാണ്. ഇറ്റ്സ് നോട്ട് തൗ. ഇറ്റ്സ് നോട്ട് തൗ മീൻസ്, തൗ എന്ന വാർഡിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ഹാർമണി എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാർമണി വിത്ത് ഗോഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നല്ലതെന്ന് ദൈവം കണ്ടു എന്നാൽ അതിന്റെ അർത്ഥം ആ സൃഷ്ടിച്ച സൃഷ്ടിയും ദൈവവുമായി ഹാർമണിയിലാണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പരസ്പര പൂരകമായ ദൃഢമായ ഒരു ഏകത അതിനകത്തുണ്ട്, ഒരു ഹാർമണി ഉണ്ട്. അപ്പൊ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നോക്കിയിട്ട് ദൈവം പറഞ്ഞു അത് ദൈവസംബന്ധമായി ഹാർമണിയിലല്ല. അതായത് മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് മനുഷ്യന് നന്നല്ലെന്നല്ല എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് ദൈവത്തിന് നന്നല്ല. നിങ്ങൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അത് ആർക്കാ നന്നല്ലെന്ന് തോന്നിയത്? ആദമിനല്ല, മറിച്ച് ദൈവത്തിന്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പുറകോട്ട് വരുമ്പോൾ ഞാൻ വിശദീകരിക്കാം. കാരണം അത് ആ ഒരു വിഷയം അതൊരു വെളിപ്പാടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും. ഈ തക്കതായൊരു തുണ എന്നത് വാക്കിന് നമ്മൾ KJV എന്തായാലും കൊടുത്തിരിക്കുന്ന നല്ലൊരു വാക്കാണ്. സാധാരണ എല്ലായിടത്തും ഹെൽപ്പർ എന്നാ പറഞ്ഞത്, സഹായി എന്ന അർത്ഥത്തിൽ പറയുന്നു, തുണ എന്ന വാക്കിൽ പറയുന്നു. എന്നാൽ തക്കതായൊരു തുണ എന്ന വാക്ക് KJV ഉപയോഗിക്കുമ്പോൾ ഹെൽപ്പ് മീറ്റ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെൽപ്പ് മീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിലേക്ക് നമ്മൾ നോക്കിയാൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് യസക് കെനെ ജിഡോ എന്നാണ്. പറയാൻ വലിയ പാടാണ്, എന്റെ നാക്കിൽ അത് വഴങ്ങുന്നില്ല. എസേക് എന്നാണ്. അപ്പം ഈ എസേഖെനെജിഡിയോ എന്ന വാക്കിന്റെ അർത്ഥം, എസേഖ് എന്ന വാക്കിന്റെ അർത്ഥം someone who will help you obtain something എന്നാണ്. അതായത് എസേഖ് അല്ലെങ്കിൽ എസേഖ് എന്ന വാക്കിന്റെ അർത്ഥം എസേഖ് എന്ന വാക്കിന്റെ അർത്ഥം someone who will help you. അതായത്
നിങ്ങൾ ഏതോ ഒരു കാര്യം സാധ്യമാക്കേണ്ടതിന്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംതിങ് നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരു കാര്യത്തെ സാധ്യമാക്കേണ്ടതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആ വ്യക്തിയുടെ പേരാണ് എസേക്ക്. എസേക്ക്. അപ്പൊ തുണ എന്ന വാക്കിന് അർത്ഥം, തുണ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഒപ്റ്റൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന്. അല്ല, ജഡിയോ എന്ന വേർഡിന്റെ അർത്ഥം, ആ വേർഡ് വന്നിരിക്കുന്ന നെഗഡ് എന്ന വാക്കിൽ നിന്നാണ് ഈ കെനേൻ ജിഡിയോ എന്ന വാക്ക് വന്നത്. അപ്പൊ ഈ നെഗഡ് എന്ന വാക്കിന്റെ റിയൽ അർത്ഥം ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ട്, കൈക്ക് പിടിച്ചുകൊണ്ട് താൻ പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നാണ്. സോ ബ്രിങ്ങിങ് എ പേഴ്സൺസ് ടു ദ അസൈൻമെന്റ്. തനിക്ക് എന്താണോ ചെയ്യേണ്ട അസൈൻമെന്റ്, ആ അസൈൻമെന്റിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി എന്നാണ് നെഗഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ തക്ക തുണ എന്ന വാക്കിന്റെ അർത്ഥം, ആദാമിന് തക്ക തുണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പേർപ്പസ്, ദൈവം അവനിലൂടെ സാധ്യമാക്കേണ്ടതായ കാര്യത്തെ സാധ്യമാക്കേണ്ടതിനു വേണ്ടി അവനെ കൈക്ക് പിടിച്ച് ആ പ്രധാന ലക്ഷ്യത്തിലേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവൾ എന്നാണ് തക്ക തുണ എന്ന വാക്കിന്റെ അർത്ഥം. അവന് വസ്ത്രം അലക്കി കൊടുക്കുക, വീടിനകത്ത് പരിപാലിക്കുക, മക്കളെ വളർത്തുക, അല്ലെങ്കിൽ ജോലി ചെയ്തു കൊടുക്കുക, ആഹാരം വെച്ചു കൊടുക്കുക എന്ന അർത്ഥം അല്ല തക്ക തുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ആൻഡ് പെർഫെക്റ്റ്ലി ബിബ്ലിക്കലി ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഇസ് എ കവനന്റൽ ടെമ്പിൾ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഇവിടെ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് തോട്ടത്തെ കാക്കണം, വേല ചെയ്യണം. തോട്ടം കാക്കുക, വേല ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അബാദ് എന്ന വാക്കും ഷമീർ എന്ന വാക്കുമാണ്, ഷമാർ എന്ന വാക്കുമാണ്. അബാദും ഷമാറും എന്ന വാക്കുകൾ ദൈവത്തിന്റെ പുരോഹിതന്മാർ ദൈവാലയത്തിനകത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം, ദൈവത്തെ സേവിക്കേണ്ടതിനും അവനെ ശുശ്രൂഷിക്കേണ്ടതിനും എന്നതിന് ലേവ്യ പൗരോഹിത്യത്തിലിരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് കൊടുത്തിരിക്കുന്ന പദമാണ്. ആ ഡ്യൂട്ടിയുടെ പേരാണ് അബാദ് ആൻഡ് ഷമാർ. സോ ആദമിനെ ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അബാദ് ആൻഡ് ഷമാർ എന്നാണ്. അതേസമയം മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പർപ്പസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആകാശത്തിലെ പറവയും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളെയും ഭൂമിയിൽ ചലിക്കുന്ന സകല ജന്തുക്കളെയും സകല കന്നുകാലികളെയും വാഴണം. ഡൊമിനിയൻ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദേർ. സോ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദേർ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. ഇൻ ദ സെക്കൻഡ് ചാപ്റ്റർ there you can see the temple of God, the church of God. അപ്പൊ ഒന്നാം അധ്യായത്തിൽ ദൈവരാജ്യവും രണ്ടാം അധ്യായത്തിൽ അത് ചർച്ചുമായി മാറി. അതായത് ഒന്നാം അധ്യായത്തിലെ ഡൊമിനിയൻ രണ്ടാം അധ്യായത്തിലെ സഭയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അതിന്റെ അർത്ഥം കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദ ചർച്ച് ഓഫ് ഗോഡ് ബോത്ത് ആർ സെയിം. Amen. Kingdom of God and the church of God both are same. So ഒന്നാമത്തെ അധ്യായത്തിൽ വാഴാൻ കൽപ്പിക്കുന്നു, രണ്ടാം അധ്യായത്തിൽ കാക്കുവാൻ, വേല ചെയ്യുവാൻ കൽപ്പിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യമാണ് ദൈവത്തിന്റെ സഭ. അപ്പൊ ഇവിടെ ദൈവം ആദമിന് ഒരു തക്ക തുണ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചു. ആ തക്ക തുണ എന്തിനാണെന്ന് ചോദിച്ചാൽ, ആദാമിന് ഒരു ശുശ്രൂഷയുണ്ട്, ആദാമിന് ചെയ്തു തീർക്കേണ്ടതായ ഒരു ഡൊമിനിയൻ ഉണ്ട്, ആദാമിന് ചെയ്തേണ്ട ഒരു പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്, ആദാമിന് ചെയ്ത് ദേവാലയത്തിൽ നടത്തേണ്ട പ്രീസ്റ്റ്ലി മിനിസ്ട്രി ഉണ്ട്. ആ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയിലേക്ക് ഇവനെ പ്രചോദിപ്പിച്ച് കൈക്ക് പിടിച്ച് ആ ദൗത്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന, അതിന് തുണ നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഇത് തനിക്ക് കൂടെ ജീവിപ്പാൻ ഒരു ഭാര്യയെ സൃഷ്ടിച്ചതിന്റെ രഹസ്യമല്ല. ഇത് മിസ്റ്റീരിയസ് ആണ്, ഇതൊരു മർമ്മമാണ്. ദൈവം തന്റെ പരിശുദ്ധ വചനത്തിലൂടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച വിഷയമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ നിത്യമായ സഭാസംബന്ധമായ ദേവാലയം സംബന്ധമായ പ്രീസ്ലി മിനിസ്ട്രിയെ കുറിച്ചാണ് സർവശക്തനാം തമ്പുരാൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി ദൈവത്തിന്റെ അവന് തക്കതുണ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം 19-ാമത്തെ വാക്യത്തിൽ അടുത്ത നമ്മൾ പ്രധാന വിഷയം ഇങ്ങനെ, ഞാൻ അവന് തക്കതുണ ഉണ്ടാക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ഉണ്ടാക്കി കൊടുക്കും എന്നതിന് കൊടുത്തിരിക്കുന്ന മേക്ക് ഹിം എ ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം. മേക്ക് ഹിം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വാക്ക്, മേക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആസ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ആസ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോയിന്റ് ചെയ്യും. അതായത് ഞാൻ ഇവന് തക്കതായ ഒരു ഹെൽപ്പ് മീറ്റിനെ അപ്പോയിന്റ് ചെയ്യും. വാവ്, ഐ എം ഗോയിങ് ടു അപ്പോയിന്റ് ഹിം എ ഹെൽപ്പ് മീറ്റ് ഫോർ ദ പർപ്പസ്
of God's priestly temple ministry, for the purpose of the church and for the purpose of the kingdom of God. ഇനി അതിന് തൊട്ട് താഴെയുള്ള വാക്യത്തിൽ ആദാമിനെ ഹവ്വയെ കൊടുക്കുന്നതായിട്ടല്ല, അടുത്ത് കാണുന്നതിനെ യഹോവേ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്ക് മനുഷ്യനിട്ടത് അവയ്ക്ക്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, രണ്ട് രീതിയിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. നമ്പർ 1, ആകാശത്തിലെ ഭൂമിയിലെ സകല മൃഗങ്ങളും ആകാശത്തിലെ എല്ലാ പറവുകളും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട്, ഇതെല്ലാം എവിടെ നിന്നുണ്ടായത്? നിലത്ത് നിന്ന്, മറക്കരുത്, എല്ലാം മണ്ണിൽ നിന്നുണ്ടായി വന്നതാ, ഭൂമിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. യഹോവ ദൈവം മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. എന്ത് കാണുവാനാ? അവയ്ക്ക് എന്തു പേരിടും എന്ന് കാണുവാൻ. ഈ പേരിടുക എന്ന് പറഞ്ഞാൽ നെയിമിങ് ചെയ്യുക. ഇന്ന പേര്, നിന്റെ പേരിൻ്റെതാണ്, നിന്റെ പേരിൻ്റെതാണ്, ഇന്ന പോലെ ഇന്ന പേരിൽ നീ അറിയപ്പെടും എന്ന് അറിയാൻ വേണ്ടി അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. അപ്പൊ മനുഷ്യൻ എന്ത് പേരാണോ അവയ്ക്കിട്ടത് അത് അവയ്ക്ക് പേരായി മാറി. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. നമ്മളിത് വായിക്കുമ്പോൾ ഈ മനുഷ്യന് തക്കതായ തുണയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവന്റെ മുമ്പിലൂടെ കഴുതയും കുതിരയും ആനയും പശുവും പോത്തും കാളയും മാനും ഇങ്ങനെയുള്ള മൃഗങ്ങളും ഇങ്ങനെയുള്ള ജന്തുക്കളും പറവകളും കാക്കയും പ്രാവും എല്ലാം കൂടെ ഇങ്ങനെ മുമ്പോട്ട് കടത്തി വിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തനിക്ക് തക്കതായൊരു തുണയാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ആ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവിടെ ഈ മൃഗവും കന്നുകാലികളും പറവകളും എല്ലാം തന്നെ മനുഷ്യരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം തന്നെ ആ തോട്ടത്തിന്റെ അകത്ത് ആദാമിന് സഹായിയായി, ആദാമിന്റെ ശുശ്രൂഷയിൽ സഹായം ചെയ്യാനായി, തന്നെ ശുശ്രൂഷിപ്പാനായിട്ട്, അല്ലെങ്കിൽ ആ ഗാർഡനെയൊക്കെ ഒന്ന് പരിപാലിക്കാനായിട്ട് ദൈവം പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവന്ന ജനവിഭാഗമാണ് ഈ കാട്ടുമൃഗങ്ങൾ, ആകാശത്തിലെ പറവയും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആകാശത്തിലെ പറവയും ഭൂമിയിലെ സകല ജന്തുക്കളെയും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളെയും വാഴണം. ഹു ഇസ് ദാറ്റ്? ദേ ആർ ദ ജെന്റൈൽസ്, ദേ ആർ ദ പീപ്പിൾ ഔട്ട്സൈഡ് ദ ഗാർഡൻ. സോ ദേവാലയത്തിന്റെ അല്ലെങ്കിൽ ഈ ഗാർഡൻ അകത്ത്, ഈ വലിയ ദേശത്ത്, ഈ വലിയൊരു രാജ്യത്ത്, കടൽ മുതൽ ഇങ്ങനെ സമുദ്രം വരെ, ഇങ്ങനെ നദി വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ദേശത്ത് ആദം എന്നൊരു ഒറ്റ ആളിനെ നിർത്തിയേക്കല്ല, മറിച്ച് അവനെ ദൈവത്തിന്റെ അപ്പോയിന്റഡ് മാനെ, ദൈവത്തിന്റെ ജീവനുള്ള മനുഷ്യനെ അവിടെ ആക്കുമ്പോൾ ആ തോട്ടത്തിന്റെ അകത്ത് ദൈവം സഹായികളായിട്ട് ധാരാളം സഹായത്തിനായി മറ്റ് ജെന്റൈൽസിനെ, മറ്റ് മൃഗങ്ങളെ, പക്ഷികളെ, ബീസ്റ്റ് ആൻഡ് ബേർഡ്സ്, ഇവയൊക്കെ ദൈവം കൊടുത്തിരുന്നു എന്നതാണ് ഇതിന് ഒരു പ്രധാനപ്പെട്ട അർത്ഥം. മറ്റൊരർത്ഥം, ആ ഗാർഡനിൽ തന്നെ പല ജന്തുക്കളുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ലൈവ് സ്റ്റോക്സ്, അതായത് അവന് ആടും മാടും, അതായത് തോട്ടത്തിനകത്തുള്ള നമ്മുടെ ഫാമിൽ വളർത്തുന്നത് പോലെയുള്ള ജന്തുക്കളുണ്ട്. അതിനും താൻ പേരിട്ടത് പേരായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ പേരിടുക എന്നതുകൊണ്ട് രണ്ടർത്ഥം ഞാൻ പറഞ്ഞു. ഒന്ന്, നെയിമിങ് ചെയ്യുക. രണ്ട്, ഈ ജനങ്ങളെല്ലാം മുമ്പിൽ കടത്തി വിട്ടിട്ട് ഇവരെ പേരിടുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നെയിമിംഗ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇവന്റെ പേര് സിംഹം എന്നാണ്, ഇവന്റെ പേര് കഴുതയെന്ന്, ഇങ്ങനെയല്ല, മറിച്ച് ഒരു അതോറിറ്റി ദൈവം അദ്ദേഹത്തിന് കൊടുക്കുക. അതായത് ഇദ്ദേഹത്തെ ദൈവം വാഴാനല്ലേ അധികാരപ്പെടുത്തിയത്. ഈ വാഴാൻ അധികാരപ്പെടുത്തിയ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഹീസ് ഗോയിങ് ടു ജഡ്ജ്, ഹീസ് ഗോയിങ് ടു ആക്ട് ഓൺ ഹിസ് ഡൊമിനിയൻ. അവന്റെ വാഴ്ച തുടങ്ങുകയാണ്. ആ വാഴ്ച തുടങ്ങുന്നതിന്റെ ആരംഭമായിട്ട് അതിന്റെ ആ അധികാരിയായിട്ട് താൻ എന്ത് ചെയ്യുകയാണ്? താൻ ഓരോരുത്തരും തനിക്ക് എന്താണോ തോന്നിയത് പേരിടുകയാണ്. കാരണം നെയിമിങ് ചെയ്യുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു റിയൽ എൻട്രി, ഹി ബിഗാൻ ടു ജഡ്ജ്. അതായത് മറ്റുള്ളവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കാൻ, ജഡ്ജ് ചെയ്യാൻ, അവരുടെ വിഷയങ്ങൾക്കകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കാൻ, അധികാരത്തോടെ റൂള് ചെയ്യുവാൻ ഉള്ള അതോറിറ്റി താനെ എന്ത് ചെയ്യുകയാണ്? ഉപയോഗിച്ച് തുടങ്ങുകയാണ്. മറ്റൊരു പ്രധാന വിഷയമുണ്ട്. യഹൂദ നാട്ടിൽ, ജൂയിഷിന്റെ ഇടയിൽ നെയിമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അപ്പനാണ് പേരിടേണ്ടത്. അപ്പൻ പേരിടണം.
ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനൊന്നും അല്ല, അമ്മായിപ്പനോ അമ്മായിയമ്മയോ നാത്തൂനോ അനിയനോ പാസ്റ്ററോ ഒക്കെ ആയിരിക്കും പേരിടുന്നത്. പക്ഷെ ജൂവിന്റെ നാട്ടില് ജൂവിന് അവൻ ജനിക്കുന്ന മകന് ആ പിതാവ് തന്നെ പേരിടണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ജനിക്കുമ്പോൾ കർത്താവിന്റെ പേര് യേശുവ എന്നായിരിക്കണം എന്ന് പറഞ്ഞത് സ്വർഗത്തിലെ ദൂതന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ ജനിക്കുമ്പോൾ സെക്കറിയാവിന്റെ മകൻ എന്ത് പേരിടണമെന്ന് ആലോചിച്ച് അപ്പൻ എന്തായാലും ഊമയായി പോയില്ലേ, ഇനി നമുക്കൊരു പേരിടാം എന്ന് വിചാരിക്കുകയല്ല, മറിച്ച് അപ്പനോട് എന്താ പേരിടേണ്ടതെന്ന് ചോദിക്കുകയും താൻ അതൊരു എഴുതി കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ പേര് അപ്പന്റെ പക്കൽ നിന്ന് വാങ്ങിയാണ് യോഹന്നാന് പേരിടുന്നത്. സോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരാളുടെ പുറത്ത് പേരിടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നല്ല, ആ വ്യക്തിയുടെ പൂർണ്ണ അധികാരി, ആ പിറന്നു വീണ കുഞ്ഞിന്റെ പൂർണ്ണ അധികാരി താനാണെന്നും ആ കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യേണ്ടതും വളർത്തേണ്ടതും ഗൈഡ് ചെയ്യേണ്ടതും പോറ്റേണ്ടതും പുലർത്തേണ്ടതും തന്റെ ഉത്തരവാദിത്വമാണെന്നും ഹി ഈസ് അണ്ടർ ഹിസ് ഫാദർഹുഡ്, ആ പിതാവിന്റെ പിതൃത്വത്തിന്റെ കീഴിൽ ഇവനാണ് എന്നതിന്റെ ആ റിയാലിറ്റിയാണ് നെയിമിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പേരിടുക എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത് ആ വ്യക്തികളുടെ എല്ലാം അധികാരിയായി താൻ മാറുക എന്നാണ്. സോ ആദം ഇവിടെ വന്ന് എല്ലാ മൃഗങ്ങൾക്കും പേരിടുമ്പോൾ എല്ലാ വ്യക്തികളും തന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടത്തിവിടുന്നു. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാന വിഷയം, ഈ ജാതികളിൽ പറ്റിയ മറ്റു ഇതര വംശത്തിൽപ്പെട്ട ജെന്റൈൽസ് ആയിട്ടിരിക്കുന്ന മൃഗങ്ങൾ, കാട്ടുമൃഗമായ ഇഴജാതികളുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്, പറവകളുണ്ട്, എല്ലാറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ആദന്റെ മുമ്പിലൂടെ കടത്തുക. നമുക്ക് അവിടെ മറ്റൊരു പ്രധാന വിഷയം കാണാൻ പറ്റുന്നത്, അവിടെ എന്തില്ല, മത്സ്യങ്ങൾ വരുന്നില്ല. നമ്മുടെ മനസ്സിലൊക്കെ ചിന്തിക്കുന്ന ലോകത്തെ മുഴുവൻ പെൻഗിനും കങ്കാരുവും ഒക്കെ വന്നെന്ന് അങ്ങനൊന്നുമില്ല കേട്ടോ. അവിടെ ഉള്ളത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മനുഷ്യ സമൂഹമാണ്. ആ മനുഷ്യ സമൂഹത്തിൽ പലരെയും തന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടത്തിവിട്ടു. പക്ഷെ എന്തില്ല, തനിക്ക് ഇവയിൽ തക്കതായ ഒരു തുണയെ, അതായത് തന്റെ അതേ അല്ലെങ്കിൽ തന്റെ അതേ പ്രകൃതിയുള്ള ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച, ദൈവിക നവജീവൻ പ്രാപിച്ച, തന്നെ പോലെ ദൈവത്തിന്റെ മൂക്കിലെ ദൈവത്തിന്റെ ശ്വാസം സ്വീകരിച്ച ജീവനുള്ള ദേഹിയായി തീർന്ന ഒരു മനുഷ്യനെ, ഒരു തക്ക തുണയെ കണ്ടെത്താൻ തനിക്ക് ഈ ജനസമൂഹത്തിൽ നിന്ന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൽ ഈ ഒരൊറ്റ വാക്കിനകത്ത് പല കാര്യങ്ങൾ കിടക്കുന്നു. ഒന്ന്, പുറജാതികളിൽ നിന്ന് തനിക്ക് സഹായിപ്പാനായി തോട്ടത്തിലുള്ള ജനങ്ങളുടെ നടുവിൽ നിന്ന് തനിക്കൊരു തക്ക തുണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്കതിനകത്ത് അത്ഭുതകരമായ ഒരു ട്രൂത്ത്, ദൈവം അവന് ചൂസ് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടും അവനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ജീവൻ, അവന്റെ അകത്ത് വന്ന ദൈവത്തിന്റെ നവജീവൻ ഒരു തെറ്റായ ഒരു ചോയ്സ് കണ്ടെത്താൻ അവനെ അനുവദിച്ചില്ല. പക്ഷെ ദൈവം സർവശക്തനാം തമ്പുരാൻ എന്താ ചെയ്തെന്ന് നോക്കി, തക്കതായ ഒരു തുണയെ കണ്ടെത്തില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ദൈവമായ യഹോവ അവനൊരു ഗാഢനിദ്ര വരുത്തി. ഈ ഗാഢനിദ്ര എന്നതിന്റെ അർത്ഥം, അതിന് ടർഡേമ എന്ന വാക്ക് ഉപയോഗിച്ചത്, ഗാഢനിദ്ര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഡീപ് സ്ലീപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഗോഡ് കോസ്ഡ് എ ഡീപ് സ്ലീപ്പ് ടു ഫോൾ അപ്പോൺ ആദന്റെ മേൽ വരുത്തി. ഈ ഡീപ് സ്ലീപ്പ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ടർഡേമ എന്ന വാക്കിന്റെ ഒറിജിനൽ അർത്ഥം വിഷൻ ആൻഡ് എ ഡ്രീം. ഹി ഗോട്ട് എ വിഷൻ, ഹി ഗോട്ട് എ ഡ്രീം. മറ്റൊരു വാക്ക് അതിന് കൊടുത്തിരിക്കുന്നത് ഒരു ട്രാൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കോട്ടപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ ദൈവത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയാവുന്ന അവൻ 44 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇറ്റ് ഈസ് എ ട്രാൻസ്, ഇറ്റ് ഈസ് എ വിഷൻ. സോ ആക്ച്വലി ഗോഡ് ഗേവ് ഹിം എ വിഷൻ. About whom? About a person from his rib. ഞാൻ ഇന്ന് ഈ ക്ലാസ് വളരെ ശ്രദ്ധിക്കണം, കാരണം എനിക്കിത് മനസ്സിലാക്കിക്കാൻ തന്നെ ഇച്ചിരി പാടാം. ഗോഡ് ഹാസ് ഗിവൺ ഹിം എ വിഷൻ. അപ്പൊ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദർശനം കൊടുത്ത്, തനിക്ക് വിവാഹം കഴിക്കേണ്ട പെൺകുട്ടിയെ കുറിച്ച് ദൈവം ആദമിന് ഒരു ട്രാൻസിലൂടെ ഒരു വിഷൻ കൊടുത്തു. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും, ആ ടർഡേമ എന്ന വാക്കിന്റെ അർത്ഥം വിവശത എന്നർത്ഥമുണ്ട് കേട്ടോ. ആത്മവിവശത എന്നതിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ വിഷൻ എന്നർത്ഥമുണ്ട്, ഡ്രീം എന്നർത്ഥമുണ്ട്, ട്രാൻസ് എന്നർത്ഥമുണ്ട്, ഒത്തിരി ഉണ്ട്. അതായത് പിന്നെ ഡീപ് സ്ലീപ്പ് എന്നും അർത്ഥമുണ്ട്, നിദ്ര ചെയ്യുക എന്നും അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ അവന് ഉറക്കം കൊടുത്തെന്നല്ല, മറിച്ച് അവനൊരു ദർശനം കൊടുത്തു. എന്തൊരു ദർശനമാണ് കൊടുത്തത്? തനിക്കുള്ള തുണയെക്കുറിച്ചുള്ള ദർശനം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ തുണ എന്ന് പറയുന്ന ആള് എവിടെയോ ഉണ്ടെന്നും അത് എന്താണെന്നുമാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഓക്കെ,
ഓക്കെ. ദൈവം അവന് ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. നമ്മൾ ഇത്രയും നാള് ഇപ്പൊ നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും ഇത്രയും നാളും വിചാരിച്ചതെല്ലാം തന്നെ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ഒരു വലിയ മെഗാ ഓപ്പറേഷൻ നടത്തി അവന്റെ ഈ റിബ് ഒരെണ്ണം എടുത്തിട്ട് അതിനെ ഒരു സ്ത്രീയാക്കി മാറ്റി ഇവന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഇതല്ലാതെ വേറൊരെണ്ണം ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല, ഞാൻ പ്രസംഗിച്ചിട്ടുമില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ യാത്രയിൽ അവിടുത്തെ വിശുദ്ധന്മാർക്ക് പല കാര്യങ്ങളും കൃത്യമായ ബോധ്യത്തോടെ മനസ്സിലാക്കി തരുന്നതോർത്ത് ഞാൻ മഹാദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഈ റിബ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്ക് ടെസ്ല എന്നാണ്. TSELA, ടെസ്ല എങ്ങനെ വായിക്കുന്ന അറിയത്തില്ല. ടെസ്ല, ഞാൻ അങ്ങനെ വായിക്കുക. ഈ ടെസ്ല എന്ന വാക്കിന്റെ അർത്ഥം റിബെന്നല്ല. റിബെന്നുണ്ട് എങ്കിലും അതിലെ ട്രൂ മീനിങ് എന്ന് പറയുന്നത് സൈഡ്, അവന്റെ വശം. അതായത് ആദമിന്റെ അതിന്റെ ഒറിജിനൽ അർത്ഥം ഒരു വശം എന്നാണ്. ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെസ്ല എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡിന്റെ അർത്ഥം എ സൈഡ് ഓഫ് ദ ടെമ്പിൾ. ഞാനത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഭയങ്കര വെളിപ്പാട് കൊണ്ടിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ദ സൈഡ് ചേംബർ ഓഫ് ദ ടെമ്പിൾ. ആലയത്തിന്റെ ഒരു വശത്തെ ചേംബറിന് പറയുന്ന പേരാണ് ടെസ്ല. എ സൈഡ് ഓഫ് ദൻ ആൾട്ടർ, ഒരു ബലിപീഠത്തിന്റെ വശം. ഓ, the meaning of this word Tesla is a construction word. ഞാനത് അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ വശം, പ്രത്യേകിച്ച് ദൈവാലയത്തിന്റെ ഒരു വശം. നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിൽ വരുന്നുണ്ടോ? ഇപ്പം ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ചർച്ച്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. It is talking about the priestly ministry of God. It is talking about the helpmeet, kazak, kenedidio, helpmeet, to help the person to do the ministry in the temple. Someone who will help someone to obtain something. Helpmeet. Here the Bible says God gave him a vision and he took a Tesla from Adam and made, in English കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, and God cautiously and took on of his rib and closed up with the flesh instead thereof, and the rib which the Lord God had taken from man, മനുഷ്യനെടുത്ത വാരിയലിനെ made he a man. Made എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് ഒരു ഡിഫറെന്റ് വേർഡാണ്. ഇറ്റ്സ് നോട്ട് ആസ, ഇറ്റ് ഈസ് ബന. ഇറ്റ് ഈസ് ബന. സോ ദ ബന എന്ന വാക്കിന്റെ അർത്ഥം, ബന എന്ന വേർഡ് ജസ്റ്റ് ചെക്ക് വിത്ത് ദ ഹീബ്രു ഡിക്ഷണറി. ഐ എം നോട്ട് കിഡിങ്, ഐ എം ജോക്കിങ്. സത്യം പറയാം, മെയ്ഡ് എന്ന് കൊടുത്തിരിക്കുന്നതിന് it is the word of construction. ദൈവം വാരിയലിനെ കൺസ്ട്രക്ട് ചെയ്തു. ഓ, ബിൽഡ് ചെയ്തു. അപ്പം യെരൂശലേമിൽ ദേവാലയം പണിയുമ്പോൾ, ആ ദേവാലയത്തെ പണിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ബന എന്നാണ്. The building the temple. So building. So God made a woman, means God built up a woman. Listen to me. God gave Adam a deep sleep, tardema. ദൈവം അവനൊരു ദർശനം കൊടുത്തു, ഒരു വിഷൻ കൊടുത്തു. വിഷൻ കൊടുത്തിട്ട് പറയാണ്, ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം വാരിയലിൽ ഒന്നെടുത്തു, എന്നിട്ട് അതിനെ എന്താക്കി മാറ്റി? ആ
സ്ഥലത്ത് ശ്രദ്ധിക്കണം, ആ എല്ലെടുത്തിട്ട് അവിടെ എന്ത് പിടിപ്പിച്ചെന്ന് പറഞ്ഞേക്കുന്നത്? ഫ്ലഷ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പ്ലേസ്, ഫ്ലഷ്, ഫ്ലഷ്, ബോൺ, ബോൺ, ഫ്ലഷ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീയാക്കി മാറ്റി അത് ബെന എന്നുള്ള വാക്ക് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. കാരണം അത് പറഞ്ഞൊന്ന് പോയിട്ട് ഞാൻ വിശദീകരിക്കാം. അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു, സ്ത്രീയാക്കി അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. അസ്ഥി എടുത്ത് ദൈവം എന്താക്കി മാറ്റി? ഒരു സ്ത്രീയാക്കി മേഡ് ചെയ്തു, ബിൽഡ് ചെയ്തു. അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയാ, പറയുമ്പോൾ ഇവൻ പറയും, ദിസ് ഈസ് ദ ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. സോ നമ്മൾ ആ നറേഷൻ വായിക്കുമ്പോൾ നമുക്ക് റിയലി മനസ്സിലാക്കുന്നത് ദൈവം അവന് ഗാഠനിദ്രത്തിന് അനസ്തേഷ്യ കൊടുത്തെന്നും അവൻ ഓപ്പറേഷൻ നടത്തിയെന്നും അവന്റെ അസ്ഥി എടുത്തെന്നും ആ അസ്ഥിക്ക് കൊണ്ടൊരു സ്ത്രീയാക്കി മാറ്റിയെന്നും നോർമൽ വി ബിലീവ് ദാറ്റ്. ബട്ട് നമ്മൾ ഇതുവരെ പഠിച്ചു വരുന്ന ട്രൂത്ത് അനുസരിച്ച്, കവനന്റ് ക്രിയേഷൻ അനുസരിച്ച്, already God took this man from the crowd. And also God build up a suitable helpmeet from his bone and from his flesh. ഇനി ഞാൻ ഈ ബോൺ എന്ന് പറയുന്നതിന് മുമ്പ്, ലെറ്റ്സ് കം ബാക്ക് ടു ബെന. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബെന? ഈ ബെന എന്ന വാക്ക് ഒത്തിരി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് വിത്ത് ഇറ്റ്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ബെന എന്ന വേർഡ് ഉൽപ്പത്തി പുസ്തകത്തിൽ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളുണ്ടെങ്കിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിനാണ്. അബ്രഹാമിന്റെ ഭാര്യ സാറായ മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗർ എന്ന പേരുള്ള ഒരു മിസ്രൈമി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറായുടെ വാക്കനുസരിച്ചു. സാറായി said unto Abraham, behold, now the Lord hath restrained me from bearing, and I pray thee go into my maid, it may be that I may obtain child by her. ഇവിടെ obtain എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് ബന. obtain, അവളാൽ എനിക്ക് മകൾ ചെയ്യും. ഫോർ വാട്ട് പർപ്പസ്? ടു ബിൽഡ് അപ്പ് ദ ഫാമിലി. സോ ചൈൽഡിനെ ലഭിക്കുമ്പോൾ ആ ചൈൽഡ് ബർത്തിലൂടെ അവിടെ പറയുന്ന അർത്ഥം എന്താണ്? ബന, ബിൽഡപ്പ്, ബ്രോട്ടപ്പ്, വളർത്താം, ഒരു കുടുംബം വളർത്താം, അല്ലെങ്കിൽ കുടുംബം ഉണ്ടാക്കാം. ആദ്യം അബ്രഹാം സാറായും കൂടെ തീരുമാനിക്കും, ലെറ്റ് us build up a family by a child. സോ ബന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു സാരം, ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ട് ഒരു ബിൽഡിംഗ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ബന മീൻസ് എന്താ? ബന ഇസ് എ പ്രോസസ്. ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയാലോ. എന്താ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബിൽഡിംഗ്? ബിൽഡിംഗ് ഇസ് എ പ്രോസസ്. ഇപ്പൊ ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫൗണ്ടേഷൻ ഇടുന്നു, അതിന്റെ ബേസ്മെന്റ് കെട്ടുന്നു, പിന്നെ അതിന്റെ മുകളിൽ വാൾ ഉണ്ടാകുന്നു, എന്താ പറയുന്നത്, ജനലുകളും ഡോഴ്സും ഫിറ്റ് ചെയ്യുന്നു, പിന്നെ ലിൻഡൽ വാർക്കുന്നു, റൂഫ് വാർക്കുന്നു, പിന്നെ അതിന്റെ മുകളിൽ പണിയുന്നു. There are so many things. Building is a process. So God took a rib from Adam and Bana. അവനൊരു വുമണായി, അതായത് ആദമിന് തത്തുല്യമായി തക്കതായ ഒരു തുണയായി ദൈവം അവളെ എന്ത് ചെയ്തു? ബിൽഡപ്പ് ചെയ്തു. അപ്പൊ അടുത്തൊരു ചോദ്യം, എവിടെയായി ഈ ബന സംഭവിക്കുന്നത്? എവിടെയായി ബിൽഡപ്പ് സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് 100% ഉറപ്പുള്ള കാര്യം. ഐ ബിലീവ് ആൻഡ് ഗോഡ് ചൂസ് എ പേഴ്സൺ ഫ്രം ഹിസ് റിബ്. ഞാൻ ഈ റിബ് എന്താണെന്ന് മനസ്സിലാക്കി തരാം. റിബ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 minute. Glory to God. 1 minute. I'm sorry. Okay.
ഈ റിബ് എന്ന് പറയുന്നത്, സോറി, ഐ എം ജസ്റ്റ് കമ്മിങ് ബാക്ക്. ആദമിന് ദൈവം എന്ത് ചെയ്യാണ്? ആദമിനെ ഇവിടെ നിന്ന്, അതായത് ആദമിന്റെ റിബ് എടുക്കുക. അപ്പം ഈ അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം എന്താണ് നമ്മൾ ബൈബിൾ. സോ വി ആർ നോട്ട് ഇന്റർപ്രിറ്റിംഗ് അവർസെൽസ്, വി ആർ ഇന്റർപ്രിറ്റിംഗ് ദ ബൈബിൾ വിത്ത് ദ ബൈബിൾ. സോ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ ഇവനെ ഞാൻ വളർത്തിയെടുത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരും, കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാക്കിയെടുത്തേ പറ്റത്തുള്ളൂ. സോ ഈ അവളെ ഒരു സ്ത്രീയാക്കി മാറ്റി ബിൽഡ് ചെയ്തു, അതൊരു പ്രോസസ്സാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് എവിടുന്ന് എടുത്തെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ആദം പറഞ്ഞ വാക്കിലേക്കാണ് പോകേണ്ടത്. അവൻ അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം. ഓക്കെ, ഈ അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം എന്ന വാക്ക് നമ്മൾ ആദ്യം കാണുന്നത് നമ്മൾ അബ്രഹാം, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്, ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇസഹാക്കിന് യാക്കോബിനെ വിളിച്ചിട്ട് അവനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാ: നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. അതായത് അതായത് വെളിയിൽ നിന്നുള്ള ജാതികളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് 16 നിന്റെ അമ്മയുടെ അപ്പനായ ബെതുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിനക്കൊരു ഭാര്യ എടുക്കുക. അപ്പൊ എവിടുന്ന് ഭാര്യ എടുക്കാൻ പറഞ്ഞത്? സ്വന്തമായിട്ടുള്ള സ്വന്തം കുടുംബത്തിൽ നിന്ന്, ട്രൈബിൽ നിന്ന്, അവരുടെ വംശത്തിൽ നിന്ന് തന്നെ നീ എന്ത് ചെയ്യണം? ഭാര്യ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യാക്കോബ് റാഹേലിനെ ചുമത്ത് പൊട്ടിക്കറിഞ്ഞു. താൻ അവളുടെ അപ്പന്റെ സഹോദരനും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിന് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് അപ്പനെ അറിയിച്ചു. ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ലാബാൻ എന്താ പറഞ്ഞത്? നീ എന്റെ അസ്ഥിയും മാംസവും. ലാബാന്റെ ഭാര്യ ലൂരിയെടുത്ത് ഉണ്ടാക്കിയതല്ല യാക്കോബ്. അസ്ഥിയും മാംസവും എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വന്തം കുടുംബം, സ്വന്തം ചാർച്ചക്കാർ, സ്വന്തം ട്രൈബ്, അവരുടെ തന്നെയുള്ള ക്ലാൻ, അവരുടെ തന്നെയുള്ള ആ വംശത്തിൽ നിന്ന് തന്നെ, കുലത്തിൽ നിന്ന് തന്നെ തനിക്ക് ഭാര്യ എടുക്കുന്നതിന് ബൈബിൾ പറയുന്ന പേരെന്താണ്? അസ്ഥിക്ക് അസ്ഥി എന്നും മാംസത്തിന് മാംസം എന്നും. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ 2 ശമൂവേലിന്റെ പുസ്തകം 5 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. അപ്പൊ ദാവീദിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ എന്ന് പറയുന്നത് ദാവീദിന്റെ അസ്ഥി ഊരിയെടുത്ത് ഉണ്ടാക്കിയെന്നല്ല, ദാവീദിന്റെ തന്നെ കുലത്തിൽ, അതേ വംശത്തിൽ, അവരുടെ സ്വജാതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇത് തന്നെ ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 11 വേഴ്സ് 1 ഇത് തന്നെ ദാവീദിന്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ അസ്ഥിയാണ്, ഞങ്ങളുടെ മാംസമാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് എസെക്കിയേലിന്റെ പ്രവചനം 37 അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എസെക്കിയേൽ 37 വായിക്കുമ്പോൾ നമ്മൾ അസ്ഥി താഴ്വരയിലൂടെ നടക്കുവാൻ പറഞ്ഞു. അസ്ഥി താഴ്വരയിലൂടെ നടക്കാൻ പറയുന്നു. അപ്പൊ അസ്ഥി താഴ്വരയിലൂടെ നടക്കുന്നു, ഇതിനെ നോക്കി പ്രവചിക്കാൻ പറയുന്നു, ജീവിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ 8 വാക്യത്തിൽ പറയുന്നു, ഞാൻ പിന്നെ നോക്കി അവരുടെ മേൽ ഞരമ്പും എന്നാൽ ഒരു ഭൂകമ്പം ഉണ്ടായി, ഒരു വലിയ മുഴക്കം കേട്ടു, ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അസ്ഥി അസ്ഥിയോട് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനം, ദൈവഗ്രഹത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനം ദൈവത്താൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ, ഒരു സംഭവം ഉണ്ടായപ്പോൾ, പ്രവചനത്താൽ, ദൈവശബ്ദത്താൽ അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും വീണ്ടും ഒന്നായി മാറി. ഇത് നടന്നത് പെന്തിക്കോസ്തിന്റെ അന്നാണ്. 3000 പേർ രക്ഷിക്കപ്പെട്ടു. 3000 പേർ യഥാർത്ഥ അസ്ഥിയോട് വന്നു ചേർന്നു യേശു ക്രിസ്തുവിൽ. ക്യാൻ യു ഫോളോ മീ? സോ അസ്ഥിയോട് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഒരേ വിഭാഗത്തിലുള്ള ആളുകൾ അവർ ഒരുമിച്ച് ചേരുക, അവരുടെ മേൽ മാംസം പിടിക്കുന്നു, തൊക്ക് പിടിക്കുന്നു. സോ മാംസം, അസ്ഥി എന്ന് പറയുമ്പോൾ ഒരു കുലമാണ്, ഒരു ജനതയാണ്, ഒരു വംശമാണ്, ഒരു കുടുംബമാണ്, ഒരു ജനറേഷൻ ആണെന്നർത്ഥം. യേശുവിന് മഹത്വം. സോ ബോൺ ഓഫ് മൈ ബോൺ, ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അതേ വംശത്തിൽ നിന്ന്, അതേ ജാതിയിൽ നിന്ന് ദൈവം, അതേ ആ വംശത്തിലുള്ള, ജാതിയിലുള്ള, കുലത്തിലുള്ള ആ വ്യക്തികളെ സംബന്ധിച്ച് പറയുന്ന പേരാണ് അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും. ലാബാൻ യാക്കോബിനെ നോക്കി പറഞ്ഞു, നീ എന്റെ അസ്ഥിയാണ്, നീ എന്റെ മാംസമാണ്. സോ അങ്ങനെയെങ്കിൽ ആദമിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഹവ്വയെ നോക്കി ആദം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇവിടെ എന്റെ അസ്ഥിക്ക് അസ്ഥിയാണ്, എന്റെ മാംസത്തിന് മാംസമാണ്. എന്റെ അസ്ഥിക്ക് അസ്ഥിയാണ്, എന്റെ മാംസത്തിന് മാംസമാണ്. അർത്ഥം, ആദമിന്റെ കുലത്തിൽ നിന്ന് തന്നെ ദൈവം തെരഞ്ഞെടുത്തവളാണ് ഹവ്വ.
ആദമിന്റെ കുലത്തിൽ നിന്ന്, ആദാമിനെ തെരഞ്ഞെടുത്ത അതേ ഫാമിലിയിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി ഒരു തുണയെ ബനാ ചെയ്തു. ഇനി ഞാൻ ബനായിലേക്ക് വരിക. ബനാ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? വളർത്തിക്കൊണ്ടുവന്നു, ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നു. സോ ഞാൻ 100% വിശ്വസിക്കുന്നത് ആരായിരിക്കും അവളെ വളർത്തിയത്? നിശ്ചയമായും പരിശുദ്ധ റൂഹ പരിവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്, ദൈവത്തിന്റെ വെളിച്ചം വെളിപ്പെട്ടിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ ദൈവം തന്നെ ആ മാതാപിതാക്കളോട് സംസാരിച്ച്, ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരികയായിരുന്നു. അതായത് ഇവിടെ ആദം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ആദമിന് വേണ്ടിയുള്ള ഒരു തക്കതുണ മറ്റൊരു സ്ഥലത്ത് ദൈവത്താൽ ബനാ, ബിൽഡപ്പ് ചെയ്തു വരുന്നു, ബ്രോട്ടപ്പ് ചെയ്തു വരുന്നു. ആരിനാൽ? അവരുടെ മാതാപിതാക്കളാൽ. ഐ ബിലീവ് ദാറ്റ് അവരുടെ മാതാപിതാക്കൾ അവളെ വളർത്തിക്കൊണ്ടുവരികയാണ് ദൈവനിയോഗം പോലെ. ആ വളർത്തിക്കൊണ്ടുവരുന്ന വഴിയിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഇടപെടൽ അവൾക്ക് കൊടുത്തു കാണും. ദൈവത്തിന്റെ ജീവൻ അവൾക്ക് നൽകി. ആദമിന്റെ മേൽ ഊതിയതുപോലെ ദൈവം അവളുടെ മേലും ജീവനെ പകർന്നു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവാകേണ്ടതിന് ആദമിനെ പോലെ അവളും ജീവനുള്ളവളായി മാറി. അവളുടെ മാതാപിതാക്കളുടെ കുലത്തിൽ, വീട്ടിൽ ഒരു പെൺകുട്ടി വളർന്നു വരുന്നു. എന്തിനാ വളർന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, ആദം എന്ന് പറയുന്ന ഏദൻ തോട്ടത്തിന്റെ കാവൽക്കാരനായ ദൈവത്തിന്റെ പുരോഹിതന്റെ ശുശ്രൂഷയ്ക്കായി അവന് തക്ക തുണയായി മാറേണ്ടതിന് അവരുടെ കുലത്തിൽ, അവന്റെ അസ്ഥിയും മാംസത്തിന് മാംസവുമായ അവന്റെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി വളർന്നു വരുന്നു. ദൈവത്താൽ, ദൈവം ഉണ്ടാക്കിയത്. അതിന്റെ അർത്ഥം ആദമിനെ എങ്ങനെയാണോ ദൈവം പ്രിപ്പയർ ചെയ്തത്, അതുപോലെ ഗോഡ് പ്രിപ്പയർഡ് ദാറ്റ് വുമൻ ഫോർ ആസ് എ ഹെൽപ്പ് മീറ്റ് ഓഫ് ആദം. താങ്ക് യു ഗോഡ്. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സമയം വന്നപ്പോൾ ദൈവനിയോഗം പോലെ ആ പെൺകുട്ടിയുമായിട്ട് അവരുടെ മാതാപിതാക്കൾ ഏതെല്ലെത്തി. ദൈവം അവളെ കൂട്ടിക്കൊണ്ടു, നമ്മളങ്ങനെ എഴുതിയിരിക്കണേ, കൂട്ടിക്കൊണ്ടുപോയി. ദൈവം അവളെ കൂട്ടിക്കൊണ്ടു നിശ്ചയമായിട്ടും ഏതെല്ലെത്തി കാണും. ഗോഡ് ബ്രോട്ട് ഹർ ടു ആദം. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയെ ആദമിനെ നേരത്തെ അറിയാം. അവളുടെ മുമ്പിൽ തക്കതായ തുണയായി, ദൈവത്താൽ ഒരുക്കപ്പെട്ടവളായി. ഹല്ലേലൂയ. ഐ ജസ്റ്റ് ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ദൈവത്താൽ ഒരുക്കപ്പെട്ടവളായ, ദൈവ സാന്നിധ്യത്താൽ ഒരുക്കപ്പെട്ടതായ ഒരു പെൺകുട്ടി ബ്രോട്ട് ആദം. അവളെ കണ്ണു തുറന്നു നോക്കുമ്പോൾ, വാവ്, നീ എന്റെ അസ്ഥിക്കസ്ഥി, എന്റെ മാംസത്തിന് മാംസം. എന്റെ അർത്ഥം എന്താ? യു ആർ ഫ്രം മൈ ഓൺ ട്രൈബ്, യു ആർ ഫ്രം മൈ ഓൺ ഫാമിലി. Oh my God. God brought Adam, Eve to Adam. പ്രിയപ്പെട്ടവരെ, ഇത് വെറും വിവാഹ കഥയല്ല. ദിസ് ഇസ് എ മിസ്റ്ററി. ബിക്കോസ് ഗോഡ് ഈസ് ബിൽഡിംഗ് സംവെയർ. അവിടെ ഇപ്പോൾ ഒരു ബനാ നടന്നുകൊണ്ടിരിക്കുക. ആദമിന് അതറിയത്തില്ല. ആദമിന്റെ തോട്ടത്തിലുള്ള, ഏദൻ തോട്ടത്തിലുള്ള സാധാരണ മൃഗങ്ങളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല. സോ ഗോഡ് ഈസ് ബ്രിങ്ങിങ് അപ്പ്. ദൈവം ഒരാളെ വളർത്തിക്കൊണ്ടുവരിക. ദൈവം അതിനെ പണിതുകൊണ്ടിരിക്കുക. ജീവൻ കൊടുത്ത്, വെളിപ്പാട് കൊടുത്ത്, ആശയം കൊടുത്ത്, ജീവൻ കൊടുത്ത്, ദൈവത്തെക്കുറിച്ചുള്ള അവബോധം കൊടുത്ത്, തോട്ടത്തെക്കുറിച്ചുള്ള ശുശ്രൂഷയെക്കുറിച്ചുള്ള അവബോധം കൊടുത്ത്. ഞാൻ 100% വിശ്വസിക്കുന്നു. She was so brilliant woman because of the Lord Almighty God. Especially I'm telling you the truth. I believe that Eve is so spiritual than Adam. കാരണം ആദമിനെ കൈക്ക് പിടിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നടത്തണ്ട, അല്ലെങ്കിൽ അതിലേക്ക് പ്രേരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ നിശ്ചയമായിട്ട് ഞാൻ വിചാരിക്കുന്നു ആദമിനേക്കാൾ അവൾ കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ഉള്ളവളാണ്. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ എപ്പോഴും യാക്കോബ് ഗ്രഹം, ഇസ്രായേൽ വായിച്ചിട്ടില്ലേ? യാക്കോബ് ഗ്രഹം എന്ന് പറയുന്നത് വുമൺ ഓഫ് ഇസ്രായേലിനെ. ഇസ്രായേൽ എന്ന് പറയുന്നത് മെൻ ഓഫ് ഇസ്രായേൽ. അവിടുത്തെ പുരുഷന്മാരെയാണ് ഇസ്രായേൽ എന്നും, സ്ത്രീകളെ യാക്കോബ് ഗ്രഹം എന്നാ വിളിക്കും. അപ്പൊ യാക്കോബ് ഗ്രഹം എന്ന് പറഞ്ഞ എപ്പോഴും മോർ സ്പിരിച്വൽ. അതുകൊണ്ടാണ് ഈവിന്റെ അടുക്കൽ പാമ്പ് വന്നത്, ആദമിന്റെ അടുക്കൽ വന്നില്ല. ഈവിന്റെ അടുക്കൽ വന്നാൽ അവള് പറഞ്ഞാൽ ആദം അനുസരിച്ചോളും എന്ന് പാമ്പിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. കാരണം അവളുടെ ഒരു ഡോമിനന്റ് അല്ല അവൾക്ക് ആ സ്പിരിച്വൽ കപ്പാസിറ്റി ഉണ്ട്. ഷി വാസ് ബിൽറ്റ് അപ്പ് ബൈ ഗോഡ്. ആദം വാസ് ഫോംഡ് ബൈ ഗോഡ്. ഓ മൈ ഗോഡ്. Eve was built up by God. ആദം ദൈവത്താൽ ഒരുക്കപ്പെട്ടു, പ്രിപ്പയർ ചെയ്യപ്പെട്ടു. Eve was built up by God.
So, can you follow me? And God was preparing that woman in their own clan, in their own tribe. അവളുടെ സ്വന്തം ആ ട്രൈബിനകത്ത് ഇവൾ എന്ത് ചെയ്യാണ്? ദൈവത്താൽ ഒരുക്കപ്പെടുകയാണ്. അപ്പം ഈ എന്തിനാ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, എന്തിനാ ഇവളെ കൊണ്ടുവരാൻ തക്ക ഹെൽപ്പ് മീറ്റ്? എന്താ ഈ ഹെൽപ്പ് മീറ്റ് എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തായിരിക്കും ഹെൽപ്പ് മീറ്റ് എന്ന് പറഞ്ഞത്? നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ബാക്കിലോട്ട് പോവാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരണം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തില് അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ മോസസിനെ നമുക്ക് കാണാൻ പറ്റും. 15-ാം വാക്യം, മോശ തന്നെ അമ്മായിപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. ശ്രദ്ധിക്കണേ, ജനം എന്റെ അടുക്കൽ വരുന്നു. മോസസ് ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൈ പ്രീസ്റ്റ് ആണ് മോസസ്. ജനം ദൈവത്തെ കുറിച്ച് അറിയാനായിട്ട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. ഏതെങ്കിലും നോക്കിക്കേ, ദൈവത്തിന്റെ പ്രീസ്റ്റായ ആദമിന്റെ അടുക്കൽ ആര് വരുന്നുണ്ട്? ജനങ്ങൾ മുൻപേ കടന്നു വരുന്നു. ഓരോരുത്തരെയും ജഡ്ജ് ചെയ്യാൻ, ഓരോരുത്തർക്ക് പേരിടാൻ, ഓരോരുത്തരുടെ കാര്യം പറയാൻ, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകാൻ ഒരു ജഡ്ജായിട്ട് ആര് നിൽക്കുകയാണ്? ആദം. എപ്പോഴും ശ്രദ്ധിച്ചോണം, പ്രീസ്റ്റ് ഈസ് ദ ജഡ്ജ്. പ്രീസ്റ്റ് ഈസ് ദ ജഡ്ജ്. ദൈവത്തിന്റെ വെളിപ്പാട് കൊടുക്കുന്നതും ദൈവത്തിന്റെ വിഷയങ്ങൾ കാര്യത്തിന് തീർപ്പ് വരുത്തേണ്ടതും എല്ലാ അധികാരം പുരോഹിതനുള്ളതാണ്. സോ പ്രീസ്റ്റ് ഈസ് ദ ജഡ്ജ്. സോ ഇവിടെ മോസസ് ഈസ് ദ ഹൈ പ്രീസ്റ്റ്. മോശയുടെ ഹൈ പ്രീസ്റ്റ് ആണ്. മോസസിന്റെ അടുക്കലേക്ക് ജനം എന്ത് ചെയ്യുക? ദൈവത്തോട് ജനം ചോദിപ്പാൻ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും, വിധി നടത്തുക, അതാണ് ജോലി. ഡൊമിനിയൻ, വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്യും. നോക്കണേ, ദിസ് ഈസ് എ മാറ്റർ. ഇതാണ് ആദമിന് ഉള്ള മിനിസ്ട്രിയുടെ മറ്റൊരു എക്സ്പ്രഷനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ദൈവത്തോട് ചോദിക്കാൻ വരുന്നു, വിധി നടത്തുന്നു, ദൈവത്തെക്കുറിച്ചുള്ള കൽപ്പനകളും പ്രമാണങ്ങളും അറിയിക്കുന്നു. അതിന് മോശ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നീയും നിന്നോടുള്ള ഈ ജനം ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. Thou art able to perform it itself by alone. നമ്മുടെ പുതിയ നിയമത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് പറഞ്ഞ? ഏകനായിരിക്കുന്നത് നന്നല്ല. ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നാലും ദൈവം ഏതെങ്കിലും ആദമനോട് പറയണ ഏകനായിരിക്കുന്നത് നന്നല്ല. നോക്കിയേ, അടുത്ത് പറയുന്നു, ആകയാൽ എന്റെ വാക്ക് കേൾക്കുക, ഞാൻ ദൈവാലോചന പറഞ്ഞുതരാം. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസ്ഥയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസ്ഥയിൽ കൊണ്ടുചെല്ലുക. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഏകനായിരിക്കുന്നത് നന്നല്ല. എന്റെ വാക്കുകളെ നീ കേൾക്കുക. അവർക്ക് കൽപ്പനകളും പ്രമാണം ഉപദേശിച്ച് നടക്കുന്ന വഴികളും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ഗ്ലോറി ടു ഗോഡ്. ഓക്കെ, ആകയാൽ എന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒരു ആലോചന പറഞ്ഞാൽ, ദൈവം നിന്നോടുകൂടി ഇരുന്ന് നീ ജനത്തിന് വേണ്ടി ദൈവസ്ഥയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസ്ഥയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണവും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സ്വജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവർക്ക് 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. എവിടെ നിന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞേക്കുന്നു? നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കുക. എന്തിന്? നിനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിനക്ക് സഹായിയാകാൻ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? തനിക്ക് സഹായിയാകാൻ ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് തന്നെ ഒരു ജനത്തെ തെരഞ്ഞെടുക്കുവാനായിട്ട് സ്വർഗം ആവശ്യപ്പെടുകയാണ്. അപ്പം ഈ എവിടുന്നാണ് തെരഞ്ഞെടുക്കേണ്ട തക്ക തുണ എവിടുന്ന് എടുക്കുകയാണ്? അവന്റെ സ്വജനത്തിന്റെ നടുവിൽ നിന്ന്, അവന്റെ സ്വജാതിക്കാരുടെ നടുവിൽ നിന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഇതിന്റെ അടുത്തൊരു പാർട്ട് കൂടെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നെക്സ്റ്റ് പാർട്ട് നമുക്ക് ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായം. ഞാൻ പറഞ്ഞു വരുന്ന സാരം ഇത്രയേ ഉള്ളൂ. ബന എന്ന് പറയുന്നു, ദൈവം തനിക്ക് വേണ്ടി ഒരു സ്ത്രീയെ കരുതി അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ അസ്ഥിക്ക് അസ്ഥിയും എന്റെ മാംസത്തിന് മാംസമാകുന്നു. സോ ഇവിടെയാണ് നമ്മൾ ഏദനിലുള്ള ആദമിന്റെ ഹൗവയുടെയും ഒരുമിച്ച് കൂടുന്ന ജീവിത സാഹചര്യം കാണുന്നത്. ദേ ആർ ബിക്കം വൺ ഫ്ലഷ്. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഐ വിൽ ടീച്ച് യു അബൌട്ട് വാട്ട് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ചർച്ച്, ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദിസ് വൺ. ദൈവം അതുവരെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.